നിങ്ങളുടെ അടുക്കളയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, ധരിക്കാൻ വസ്ത്രങ്ങളുണ്ടെങ്കിൽ, സുഖമായി ഉറങ്ങാൻ ഉറപ്പുള്ളൊരു മേൽക്കൂരയുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിക്കുക, നിങ്ങൾ ലോകത്തെ 60% മനുഷ്യരെക്കാൾ സമ്പന്നരാണ്. നിന്റെ പോക്കറ്റിൽ ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കുറച്ച് പണമുണ്ടെങ്കിൽ, നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക്, ഒരു കടൽ തീരത്തേക്കോ മലമുകളിലേക്കോ അതല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഉണ്ടെങ്കിൽ, നീ ലോകത്തെ ഏറ്റവും സമ്പന്നരായ 18% മനുഷ്യരിൽ ഒരാളാണ്. നിങ്ങൾക്ക് കാര്യമായ രോഗങ്ങളില്ലെങ്കിൽ, ഈ ആഴ്ച അതിജീവിക്കാത്ത ദശലക്ഷം ആളുകളെക്കാൾ നിങ്ങൾ ഭാഗ്യവാനാണ്. ഓരോ ശ്വാസവും ഓരോ നിമിഷവും അനുഗ്രഹമാണ്. കടലിലെ ചെറിയ തിര വലിയ തിരയോട് പരാതി പറയുകയാണ്, ഞാൻ ചെറുതാണ്, എന്നെ അവർ തിരിച്ചോടിക്കുന്നു. നീ എന്തു വലിയ തിരയാണ്, നിന്നെ കാണുമ്പോൾ ആളുകൾ പേടിച്ചു പിറകോട്ട് മാറുന്നു. വലിയ തിര പറഞ്ഞു, തിരകൾ ചെറുതെന്നോ വലുതെന്നോ ഇല്ല, നമ്മളെല്ലാം ഒരേ ജലകണികകളാണ്, കടലിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നവർ. നിന്റെ ചെറിയ അലകൾക്കും എന്റെ വലിയ തിരകൾക്കും ഒരേ ലക്ഷ്യമാണ്, കരയെ തഴുകുക, ജീവനെ പുൽകുക. വ്യക്തിപ്രഭാവം പുലർത്തുന്നവരെ കാണുമ്പോൾ അനുകരണ മോഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവരോടൊപ്പം യാത്ര തുടങ്ങുമ്പോൾ അവരുടെ വഴികളും കനൽ വഴികളായിരുന്നുവെന്ന് നാം തിരിച്ചറിയും. പൊരുത്തപ്പെടാൻ കഴിയാത്തവയെല്ലാം പരാതികളായി അവസാനിച്ചാൽ പിന്നെ പാതി വഴിയിൽ അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ. അവയെ പരിചയപ്പെടുകയും സ്വയം പുനഃക്രമീകരണത്തിന് തയ്യാറാവുകയും ചെയ്താൽ പുതിയ വഴിത്തിരിവുകൾ സംഭവിക്കും. ജീവിതം വേദനയെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും പരാതിപ്പെടാനുള്ളതല്ല, നന്ദിയും സന്തോഷവും തോന്നേണ്ട അനേകം കാരണങ്ങൾക്ക് മുൻഗണന നൽകാനുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് പലതുകൊണ്ടും.